ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഫോറിൻ ലാൻഡ്സ് എന്ന പോയത്തിൻ്റെ ആക്ടിവിറ്റീസ് ആണ് നോക്കുന്നത്. ഫസ്റ്റത്തെ ആക്ടിവിറ്റി നോക്കാം. ദ ചൈൽഡ് എൻജോയ്സ് ദ സൈറ്റ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ട്രീ. ഗിവ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ദ ചൈൽഡ് സീസ്. മരത്തിൻ്റെ മുകളിലിരുന്ന് കുട്ടി കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ്. അപ്പോൾ ആ മരത്തിൻ്റെ മുകളിലിരുന്ന് കുട്ടി എന്തെല്ലാം കാഴ്ചകളാണ് കാണുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കാം. ഫ്രം ദ ടോപ്പ് ഓഫ് ദ ട്രീ ദ ചൈൽഡ് സീസ് എ വൈഡ് വ്യൂ ഇൻക്ലൂഡിംഗ് ദി ബ്യൂട്ടിഫുൾ നെയ്ബേഴ്സ് ഗാർഡൻ. മരത്തിൻ്റെ മുകളിലിരുന്ന് ഒരുപാട് കാഴ്ചകൾ ആ കുട്ടി കാണുന്നുണ്ട്. പൂന്തോട്ടം കാണുന്നു, ദ ബ്ലൂ റിവർ, നീല നിറമുള്ള റിവർ കാണുന്നു, ആൻഡ് ദ ബിസി ആൻഡ് ഡസ്റ്റി റോഡ്സ് വിത്ത് പീപ്പിൾ വാക്കിംഗ് ടു ടൗൺ. ബിസി ആയിട്ടുള്ള ഡസ്റ്റി ആയിട്ടുള്ള പൊടിയൊക്കെ പറക്കുന്ന റോഡ്സ് കാണാൻ പറ്റുന്നുണ്ട്. അതിലൂടെ ആൾക്കാർ നടക്കുന്നത് കാണുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെയാണ് ആ കുട്ടി മരത്തിൻ്റെ മുകളിലിരുന്ന് കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹാവ് യു എവർ ട്രൈ ടു ലുക്ക് ഔട്ട് ഇൻ ടു ദ സ്ട്രീറ്റ് ഫ്രം എ ട്രീ ഓർ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്? ഇഫ് യു ഹാവ്, വാട്ട് ഡിഡ് യു സീ? ഇഫ് യു ഹാവൻറ്റ്, what do you expect to see? നിങ്ങൾ എപ്പോഴെങ്കിലും മരത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലോ കയറി താഴെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഇനി നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാണാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം എഴുതണം. ആൻസർ ഒന്ന് എഴുതി നോക്കാം. യെസ്, ഐ ഹാവ് ലുക്ക്ഡ് ഔട്ട് ഇൻ ടു ദ സ്ട്രീറ്റ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. I saw people walking, cars passing by and other buildings around us. അപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് ഞാൻ കണ്ടിട്ടുള്ളത്? ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ ജനങ്ങളെല്ലാം ഇങ്ങനെ നടക്കുന്നത് കണ്ടു, കാർസ് എല്ലാം ഇങ്ങനെ കടന്നു പോകുന്നത് കണ്ടു, കാറും ജീപ്പും ബസ്സും ഒക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടു. ആൻഡ് അതർ ബിൽഡിങ്സ് അറൗണ്ട് അസ്, ചുറ്റിനുമുള്ള ബിൽഡിങ്സ് കണ്ടു. ഐ കുഡ് സീ ട്രീസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഗാർഡൻ, എനിക്ക് മരങ്ങൾ കാണാൻ സാധിച്ചു. ആൻഡ് ബ്യൂട്ടിഫുൾ ഗാർഡൻ, നല്ല ഭംഗിയുള്ള പൂന്തോട്ടം കാണാൻ സാധിച്ചു. ഐ ഓൾസോ സോ ദ റൂഫ്സ് ഓഫ് ഹൗസസ് ആൻഡ് എ ക്ലിയർ സ്ട്രീം. പിന്നെ ഞാൻ എന്തൊക്കെയാണ് കണ്ടത്? വീടിൻ്റെ മേൽക്കൂരകൾ, അല്ലേ, കുഞ്ഞു കുഞ്ഞു വീടിൻ്റെ മേൽക്കൂരകളെല്ലാം കണ്ടു. ആൻഡ് എ ക്ലിയർ സ്ട്രീം, ഒരു കുഞ്ഞ് നല്ല ക്ലിയർ ആയി ഒഴുകുന്ന ഒരു സ്ട്രീമും കണ്ടു, ഒരു അരുവിയും കണ്ടു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം. പോയത്തിൽ നിന്നുള്ള ഒരു 4 ലൈൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. Up into the cherry tree, who should climb but little me? I held the trunk with both my hands and looked abroad on foreign lands. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്, അല്ലേ? റൈമിംഗ് വേർഡ്സ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെ റൈമിംഗ് വേർഡ്സ് എന്താണ്? ട്രീ, മീ, അല്ലേ? ട്രീ ഇ എന്നുള്ള സൗണ്ടിലാണ് അവസാനിച്ചിരിക്കുന്നത്. മീയിലും ഇ എന്നുള്ള സൗണ്ടാണ് അവസാനിച്ചിരിക്കുന്നത്. സോ ട്രീ, മീ, അതൊരു റൈമിംഗ് വേർഡ്സ് ആണ്. നെക്സ്റ്റോ ഹാൻഡ്സ് ആൻഡ് ലാൻഡ്സ്, അല്ലേ? ഹാൻഡ്സ് എന്നുള്ള സൗണ്ടും ലാൻഡ്സിലും എന്നുള്ള സൗണ്ടാണ് അവസാനിച്ചിരിക്കുന്നത്. സോ ഹാൻഡ്സ് ആൻഡ് ലാൻഡ്സ് അതും റൈമിംഗ് വേർഡ്സ് ആണ്. ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം നമുക്ക്. റൈം മീൻസ് ദ റിപ്പിറ്റേഷൻ ഓഫ് ദ സെയിം സൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഡിഫറെൻറ്റ് ലൈൻസ് ഇൻ എ പോയം. അപ്പം ഡിഫറെൻറ്റ് ലൈൻസ്, ഇത് രണ്ടും ഡിഫറെൻറ്റ് ലൈൻസ് ആണ്, അല്ലേ? അപ്പ് ഇൻ ടു ദ ചെറി ട്രീ, അതൊരു ലൈനാണ്. ഹു ഷുഡ് ക്ലൈം ബട്ട് ലിറ്റിൽ മീ, അത് വേറൊരു ലൈനാണ്. അപ്പോൾ അതിൽ അവസാനത്തെ വാക്ക് ഏതാണ്? ട്രീയും മീയുമാണ്. അപ്പോൾ അത് തമ്മിൽ സൗണ്ടിൽ വ്യത്യാസമാണ് ഉള്ളത്, സെയിം ആണല്ലേ? ട്രീ ഇ എന്നുള്ള സൗണ്ടിലാണ് അവസാനിക്കുന്നത്, മീ എന്നുള്ളത് ഇ എന്നുള്ള സൗണ്ടിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈ ദി അതർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം ആൻഡ് സർക്കിൾ ദം. അപ്പം വേറെയും റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഇവിടെ ഐ സോ ദ ഡിംപ്ലിംഗ് റിവർ പാസ്. പാസ് അതിൻ്റെ അതേ ഉച്ചാരണം തന്നെയല്ലേ ഗ്ലാസ്സിൽ വരുന്നത്? ഗ്ലാസ്. ആൻഡ് ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്. അപ്പോൾ അത് രണ്ടും സർക്കിൾ ചെയ്യാം. ദെൻ ഡൗൺ ടൗൺ, സെയിം ആണ്, അല്ലേ? ഔൺ എന്നുള്ള സൗണ്ട്, അല്ലേ? അത് സർക്കിൾ ചെയ്യാം. ട്രീ സീ, അതും സർക്കിൾ ചെയ്യാം. സ്ലിപ്സ് ഷിപ്സ്, ഹാൻഡ് ലാൻഡ്, 5 അലൈവ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പോയത്തിൽ നിന്നും റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാം. റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് റൈം സ്കീം എന്താണ്, റൈം സ്കീം എങ്ങനെയാണ് എഴുതുക. ഈ പോയത്തിൻ്റെ റൈം സ്കീം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ സാധിച്ചിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അറിയേണ്ട കാര്യമാണ് റൈമിംഗ് വേർഡ്സ്. അപ്പോൾ റൈമിംഗ് വേർഡ്സ് നമ്മൾ ഓൾറെഡി എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ റൈം സ്കീം
പഠിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് റൈം സ്കീം എഴുതുക എന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നതൊന്നും ഞാൻ വായിക്കുന്നില്ല, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം വായിക്കാതെ തന്നെ. ബി നോക്കാം. ലുക്ക് അറ്റ് ദ എബവ് സ്റ്റാൻസ അഗെയിൻ. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാൻസ ഒന്നുകൂടി നോക്കാം. Up into the cherry tree, who should climb but little me? I held the trunk with both my hands and looked abroad on foreign lands. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഓരോ എൻഡിലും എ ബി ബി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ട്രീ ഈ സൗണ്ടിലാണ് അവസാനിച്ചിരിക്കുന്നത്, അതിന് നമ്മൾ എ കൊടുത്തു. ഇനി മീ, അതും ഈ സൗണ്ടിലല്ലേ? ഇപ്പം ട്രീയുടെ അതേ സൗണ്ടിൽ തന്നെയല്ലേ മീയിലും അവസാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ട്രീക്ക് എന്താണോ കൊടുത്തത് ആ ലെറ്റർ തന്നെ എ നമ്മൾ കൊടുത്തു. ഇനി ഹാൻഡ്സ്, അത് മീ ഈ സൗണ്ടിലാണ് അവസാനിച്ചിരിക്കുന്നത്, അല്ല, അത് വേറൊരു റൈമിംഗ് വേർഡാണ് അല്ലേ? അപ്പം നമ്മൾ ബി കൊടുത്തു. ഇത് വളരെ ഈസി ആണല്ലേ? അപ്പം ഇതിൻ്റെ റൈം സ്കീം എന്താണ്? എ ബി ബി, അങ്ങനെയാണ് പറയുക. എ ബി ബി എന്നതാണ് ഈ പോയത്തിൻ്റെ റൈം സ്കീം. അടുത്തത് നോക്കാം. ഐഡൻറ്റിഫൈ ദ റൈം സ്കീം ഓഫ് ദ ഫോളോയിങ് സ്റ്റാൻസ. ഈ സ്റ്റാൻസയുടെ റൈമിംഗ് സ്കീം എന്താണെന്ന് കണ്ടുപിടിക്കണം. എന്താണ്? ഐ സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ ലൈ എ ആണ്. എ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇവിടെ. ബിഫോർ മൈ ലൈ ഐ സെയിം സൗണ്ടാണ്, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എ തന്നെ കൊടുക്കണം. ദെൻ മോർ ബിഫോർ, ഇതിന് നമ്മൾ ബി ലെറ്റർ ആണ് കൊടുക്കേണ്ടത്. മോർ ബിഫോർ, മോറിനും ബി കൊടുക്കണം, ബിഫോറിനും ബി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ റൈം സ്കീം എങ്ങനെയാണ് വരുന്നത്? എ ബി ബി. അപ്പോൾ ഈ പോയത്തിൻ്റെ മൊത്തത്തിലുള്ള റൈം സ്കീമും എ ബി ബി എന്ന് തന്നെയാണ്. ഏത് സ്റ്റാൻസ് എടുത്ത് നോക്കിയാലും നമുക്ക് ഈ ഒരു റൈം സ്കീമാണ് കിട്ടുക. അടുത്തത് നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻ ഫ്രം ദ poem and looked abroad on foreign lands. The same vowel sound is repeated in the words abroad and foreign. It creates an assonance. അപ്പോൾ അടുത്ത പുതിയൊരു പോയറ്റിക് ഡിവൈസ് പഠിക്കുകയാണ്. ഇതൊക്കെ അലങ്കാരങ്ങളാണ്, പോയത്തിനെ അലങ്കരിക്കുന്നതാണ്. പോയത്തിനെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അസോണൻസ്, അലിട്രേഷൻ, റൈമിംഗ് വേർഡ്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കവികൾ അല്ലേ? അങ്ങനെ വായിക്കുമ്പോൾ ഒരു രസമല്ലേ, ഒരു താളം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ അസോണൻസും അലിട്രേഷനും ഒക്കെ യൂസ് ചെയ്യുന്നത്. അലിട്രേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാ, ഇനി വരുന്നുണ്ട്. ഓക്കെ, അസോണൻസ് എന്താണ്? അസോണൻസ് എന്ന് പറയുന്നത് വവൽ സൗണ്ട് സെയിം ലൈനിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ അസോണൻസ് എന്ന് പറയുന്നത്. നോക്കാം. Repetition of vowel sounds in a line is called assonance. വവൽ സൗണ്ട് ഒരു ലൈനിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അസോണൻസ് എന്ന് പറയും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വവൽ റൈം. അപ്പോൾ അസോണൻസിനെ വേറൊരു പേര് വിളിക്കുന്നുണ്ട്. എന്താണ്? വവൽ റൈം എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കേ. അബ്രോഡ് ആൻഡ് ഫോറിൻ. അപ്പോൾ ഓ എന്നുള്ള വവൽ സൗണ്ട് ഫോറിനിലും ഉണ്ട് അബ്രോഡിലും ഉണ്ട് അല്ലേ? ഓ സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അസോണൻസ് ആണ്. ഫൈൻഡ് ഔട്ട് അതർ എക്സാമ്പിൾസ് ഫോർ അസോണൻസ് ഫ്രം ദ poem. അപ്പം വേറെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഐ സോ ദ ഡിംപ്ലിംഗ് റിവർ പാസ്. അപ്പോൾ ഇവിടെ ഏതാണ് അസോണൻസ് ആയിട്ട് വരിക? ഡിംപ്ലിംഗ് റിവർ, ഈ ഡിംപ്ലിംഗിലെ ഈ, റിവർ ഈ എന്നുള്ള സൗണ്ട്, അതായത് ഐ ലെറ്റർ വവലാണല്ലേ? അപ്പം അതിൻ്റെ പ്രൊനൗൺസിയേഷനാണ് നമ്മൾ നോക്കുക. ഈ എന്നുള്ള ആ ഒരു സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു അസോണൻസ് ആണ്. ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ. അപ്പം അവിടെ ഫൈൻഡ് എ ഹയർ, ഫൈൻഡ് ഐ എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഫൈൻഡിലും ഹയറിലും. ദെൻ വെയർ ഓൾ ദി ചിൽഡ്രൻ ഡൈൻ അറ്റ് 5. ഉണ്ടോ? ഡൈൻ 5 അതിൽ രണ്ടിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. ഗോ, റോഡ്സ്, ഓ സൗണ്ട് അല്ലേ? ഓ, ഗോ, അതിലും ഓ സൗണ്ട്. ഇതിൽ വേറെ ഒരു സംഭവം കൂടിയുണ്ട്, അലിട്രേഷനും കൂടി വരുന്നുണ്ട്. അലിട്രേഷൻ ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? ഡസ്റ്റി, ഡ, ഡൗൺ, അത് ഇതിൽ മിക്സ് ചെയ്യുന്നില്ല. വേറെ നോക്കാം. ടു വേർ ദ ഗ്രോൺ അപ്പ് റിവർ സ്ലിപ്സ്. ടു വേർ ദ ഗ്രോൺ അപ്പ് റിവർ സ്ലിപ്സ്, അതിൽ റിവറിലും സ്ലിപ്സിലും വവൽ സൗണ്ട് വരുന്നില്ലേ? ഐ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ നമ്മൾ അസോണൻസ് എന്നാണ് പറയുക. അപ്പം ഇങ്ങനെയുള്ള ടെക്നിക്ക് യൂസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് അസോണൻസ്. അപ്പോൾ വവൽ സൗണ്ട് ഒരു ലൈനിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ അസോണൻസ് എന്ന് പറയുന്നത്.
അടുത്തത് നോക്കാം. Look at the following lines. And many pleasant places more that I had never seen before. The words pleasant and places alliterate. ഇവിടെ അലിട്രേഷൻ ആണ് അല്ലേ വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ അസോണൻസിന് എന്താ പറഞ്ഞേ, വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് അസോണൻസ് എന്ന് പറഞ്ഞു. അലിട്രേഷന് കോൺസണൻറ്റ് സൗണ്ട്സ്, അതായത് വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലേ, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഇല്ലേ മലയാളത്തിൽ, അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഉണ്ടല്ലേ. അപ്പം കോൺസണൻറ്റ് സൗണ്ട്സ്, അതായത് ബ, ക, അതായത് എ, ഇ, ഐ, ഒ, യു ഒഴികെ ബാക്കി എല്ലാ സൗണ്ട്സും കോൺസണൻറ്റ് സൗണ്ട്സ് ആണ്. അപ്പോൾ ആ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. അത് ഒരു ലൈനിൽ ഒരു വാക്കിൻ്റെ ആദ്യം വരണം അല്ലേ, ആദ്യമായിട്ട് വരണം. പ്ലസൻറ്റ് പ്ലേസസ്, അത് പ് സൗണ്ട് റിപ്പീറ്റ് ചെയ്തു. പ്ലസൻറ്റിലെ പ് സൗണ്ടും പ്ലേസസിലെ പ് സൗണ്ടും റിപ്പീറ്റ് ചെയ്തു വന്നു. അതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറയുന്ന പി എന്ന് പറയും, പക്ഷേ പ് പ്ലസൻറ്റ് അങ്ങനെയല്ലേ, അല്ലാണ്ട് പി പ്ലീസൻ്റ് എന്നല്ലല്ലോ പറയുക. അതുകൊണ്ടാണ് പ് എന്നൊക്കെ പറയുന്നത് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. പ്ലസൻറ്റ് പ്, പ്ലേസസ് പ്, അപ്പോൾ ആ സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് വന്നത്. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഓഫ് അലിട്രേഷൻ ഫ്രം ദ ഫോളോയിങ് സ്റ്റാൻസ. അപ്പം കൂടുതൽ അലിട്രേഷൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കാം. ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. ഇതിൽ ഡസ്റ്റി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഇത് ഡസ്റ്റി ഡ കോൺസണൻറ്റ് സൗണ്ടാണ്, അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഡൗണിൽ ഡ സൗണ്ട്, അപ്പോൾ ഇത് അലിട്രേഷൻ ആണ്. വിത്ത് പീപ്പിൾ ട്രാമ്പിങ് ഇൻ ടു ടൗൺ, ഇവിടെയോ ട്രാമ്പിങ് ട് സൗണ്ട് വന്നു, ഇവിടെ ടൗണിലും ട് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നു. ഫാദർ ആൻഡ് ഫാദർ സൗണ്ട് വന്നിട്ടുണ്ടല്ലേ, എഫിൻ്റെ സൗണ്ട് വന്നിട്ടില്ലേ, ഫാദർ ആൻഡ് ഫാദർ അത് റിപ്പീറ്റ് ചെയ്ത് വന്നു. ലീഡ് ഓൺവേർഡ് ഇൻ ടു ഫെയറി ലാൻഡ്, അപ്പോൾ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നു ലാൻഡിലും ലീഡിലും, അപ്പോൾ അത് അലിട്രേഷനാണ്. ഇതൊക്കെയാണ് അലിട്രേഷൻ്റെ എക്സാമ്പിൾസ്. ഇത്രയുമാണ് ഫോറിൻ ലാൻഡ്സ് എന്ന പോയത്തിൻ്റെ ആക്ടിവിറ്റീസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡ്രോപ്പ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഇൻ ദ കമൻറ്റ് സെഷൻ. താങ്ക് യു.